ഇവിടെ അഫ്താബ് നോക്കൂ, ഖത്തറുമായി തുർക്കി പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. സംഘർഷത്തിൽ ഇടപെടാമെന്ന് തുർക്കി പ്രസിഡന്റ് അറിയിച്ചു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇടപെടൽ എന്ന് പറയുമ്പോൾ നയതന്ത്രപരമായ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നാണ് തുർക്കി പ്രസിഡന്റ് അറിയിച്ചത്. തുർക്കി പ്രസിഡന്റ് ഇത് യുദ്ധം ആരംഭിച്ച സമയത്ത് തന്നെ ഈ സമാനമായിട്ടുള്ള നിലപാട് പറഞ്ഞിരുന്നു. തങ്ങൾ ഇടപെടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊരു യുദ്ധവുമായി ബന്ധപ്പെട്ട, അത് അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ നിലവിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, തുർക്കിയിൽ തന്നെ യുഎസിന്റെ സൈനികരുണ്ട് എന്നുള്ളതും കാര്യമാണ്. നിലവിലെ സാഹചര്യം ഏതെങ്കിലും ചർച്ചയ്ക്ക് അനുകൂലമായ സ്ഥിതിവിശേഷത്തിലാണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ തരത്തിലുള്ള ആക്രമണമാണ് യുഎസും ഇസ്രയേലും ഒരുമിച്ച് ഇറാനകത്ത് ഈ മണിക്കൂറുകളിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിക്കൊണ്ട് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും എല്ലാം തന്നെ ഇസ്രയേലിലും ചെന്ന് ുണ്ട്. രാത്രി നേരിട്ട് പതിച്ച സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ അവിടെ അലർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ തരത്തിൽ ആക്രമണം ഏതെങ്കിലും തരത്തിൽ അയവ് വരിക അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുന്ന ഒരു ഘട്ടം എന്നിപ്പോൾ പറയാനാകില്ല. കാരണം ഇസ്രായേലും യുഎസും തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആക്രമണം കൂടുതൽ തുടരേണ്ടി വരും. കാരണം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് പ്രധാനപ്പെട്ട അവിടെ ഭരണമാറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൽ അവിടെയുള്ള പല നേതാക്കളും ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ 40ഓളം കമാൻഡർമാരെ ഇസ്രായേലും യുഎസും ചേർന്ന് വകവരുത്തിയിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട് എന്നുള്ള ഇപ്പം മുമ്പ് ഇസ്രായേൽ വാദിക്കുന്നുണ്ട്. ഏതായാലും അതിന് പൂർണ്ണമായൊരു ചിത്രം, നമുക്ക് ഇറാനകത്തുള്ള പൂർണ്ണമായൊരു ചിത്രം ഇപ്പോഴും ലഭ്യമല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളടക്കം തകരാറിലായ സ്ഥിതിയുണ്ട്. പുറത്തുള്ള അവരുടെ വാർത്താവിനിമയ ട്വീറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വഴിയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അകത്തെ ചിത്രം ഇപ്പോഴും അവ്യക്തമാണ്. ഏത് തരത്തിലുള്ള കാഷ്വാലിറ്റി, അതേ തരത്തിലുള്ള ആഘാതമാണ് അത് ഇറാൻ ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അത് വ്യക്തമായാൽ മാത്രമേ ഒരു പക്ഷേ അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം ഇനി എങ്ങോട്ടാകും പോവുക എന്ന് നമുക്ക് പറയാനാകൂ. ഉറപ്പാണ്, ഇറാനകത്ത് വലിയ തോതിലുള്ള ആക്രമണങ്ങളും പ്രഹരവും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.